പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നോ? നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുന്നില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. തൗഹീദ് സ്വർഗത്തിന്റെ താക്കോൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുമായി സംസാരിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രത്യേകമായ വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാടും നാട്ടുകാരെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ വലിയ പരീക്ഷണം താഊന്റെ രൂപത്തിൽ നമ്മെ പിടികൂടിയിട്ട് ഏകദേശം 2 വർഷം തികയാൻ പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം മൂലം മരണപ്പെട്ട എല്ലാവരുടെയും കുടുംബത്തിന് സമാധാനം ശാന്തിയും നൽകുമാറാകട്ടെ. രോഗം ബാധിച്ച എല്ലാവർക്കും ഷിഫയും രോഗം ബാധിക്കാത്ത എല്ലാവർക്കും സംരക്ഷണവും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്രയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. അള്ളാഹു പറയുന്നു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. വഞ്ചകനായ പിശാചിന്റെ ചതിയിൽപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്രയാകുന്ന വേദനയോടെ സങ്കടത്തോടെ യാത്രയാകുന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹവ്വാ ബീവിക്കും അള്ളാഹു നൽകിയ വലിയ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വാക്കുകളാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞത്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിപ്പോവുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, ഓരോ കാലഘട്ടങ്ങളിൽ എന്റെ മാർഗദർശനം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആര് എന്റെ മാർഗദർശനം പിൻപറ്റുന്നുവോ അവർക്ക് ഭയപ്പെടാനുമില്ല, ദുഃഖിക്കാനുമില്ല. ഇവിടെ ആർക്കാണ് മാർഗദർശനം ആവശ്യം? നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വഴിയറിയാതെ അന്യനാട്ടിൽ ചെന്ന് പുട്ടുപോയ ഒരാൾക്കാണ് വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. എന്റെ സ്വന്തം നാട്ടിൽ പാപ്പൻശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് ആരും പറഞ്ഞു തരണ്ട. അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി നമുക്ക് ആരും പറഞ്ഞു തരണ്ട, നമുക്കറിയാം ആ വഴി. എപ്പോഴാണ് ഒരാൾക്ക് വഴികാട്ടി ആവശ്യമായി വരുന്നത്? എപ്പോഴാണ് ഒരാൾക്ക് മാർഗനിർദ്ദേശകൻ ആവശ്യമായി വരുന്നത്? അയാൾക്ക് വഴി അറിയാതിരിക്കുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ എന്താണ്? വവജദക ളാല്ലൻ ഫഹദ, താങ്കൾക്ക് വഴി അറിയാത്ത ഒരാളായിരുന്നു താങ്കൾക്ക് അള്ളാഹു എന്ത് ചെയ്തു? വഴി കാണിച്ചു തന്നു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, കണ്ണും മൂക്കും ചെവിയും എല്ലാം തന്ന അള്ളാഹു മനുഷ്യന് നൽകിയ മറ്റൊരു സംഗതിയാണ് 2 വഴികൾ. ഒന്നിക്കിൽ നന്ദിയുള്ളവരാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം. ഈ വഴികൾ, ഈ മാർഗം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് 1 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ കടന്നുപോയത്. ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് നമുക്ക് നമ്മുടെ തറവാടായ നാം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക്, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ട മാർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആ വഴി കാണിച്ചു തരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കും, എന്റെ അനുഗ്രഹം നാം പൂർത്തീകരിച്ചു തരികയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ വാക്കുകളാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തു.
ആ ഇസ്ലാം എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5 ഏതൊക്കെയാണ് ആ വിഷയങ്ങൾ? 1 ഷഹാദത്ത് ഉറപ്പിക്കലാണ്, 2 നമസ്കാരമാണ്, 3 നോമ്പാണ്, 4 ജക്കാത്താണ്, 5 ഹജ്ജാണ്. ഈ വിഷയങ്ങൾ, ഈ 5 വിഷയങ്ങൾ നമ്മളൊന്ന് എടുത്ത് നോക്ക്. നമസ്കാരത്തിന്റെ ഷർത്തും ഫർദും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമസ്കാരം എന്ത് ചെയ്താൽ നമസ്കാരം മുറിഞ്ഞു പോകും, ബാത്തിലായി പോകും, എന്തൊക്കെയാണ് നമസ്കാരത്തിൽ ചെയ്യേണ്ടത്, നമസ്കാരം ശരിയാവാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ ശുറൂത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അർക്കാനുകൾ എന്തൊക്കെയാണ്, എല്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജക്കാത്തിന്റെ വിഷയം, ജക്കാത്തിന്റെ നിസാബ് എത്രയാണ്, എത്ര പൈസ ഉണ്ടായാലാണ് ഞാൻ ജക്കാത്ത് കൊടുക്കേണ്ടത്, സ്വർണത്തിന്റെ നിസാബ് എത്ര, പണത്തിന്റെ നിസാബ് എത്ര, ധാന്യത്തിന്റെ നിസാബ് എത്ര, ഭൂമിയുടെ നിസാബ് എത്രയാണ്, എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനം, റമദാൻ മാസം നോമ്പ്, എന്തൊക്കെ ചെയ്താൽ നോമ്പ് മുറിയും, എങ്ങനെയാണ് നോമ്പ് പൂർത്തീകരിക്കേണ്ടത്, നോമ്പ് കാലത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, നോമ്പിന്റെ ഷുറൂത്തുകൾ എന്തൊക്കെയാണ്, വളരെ വ്യക്തമായി നാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ വിഷയത്തിലാണെങ്കിൽ ഹജ്ജിന് പോയ ആളുകൾക്കറിയാം ഹജ്ജിന്റെ മസാക്കിനുകൾ വളരെ വ്യക്തമായി അവർക്കറിയാം, എന്തൊക്കെ ചെയ്യണം, മിനയിൽ പോയാൽ എന്ത് ചെയ്യണം, അറഫയിൽ എങ്ങനെയാണ്, മുസ്ദലിഫയിൽ എങ്ങനെയാണ്, ഇദായിന്റെ തവാഫ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ അറുക്കൽ എങ്ങനെയാണ്, ജംറ എങ്ങനെയാണ്, എല്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം കാര്യത്തിൽ 4 സംഗതികളുടെയും ഷുറൂത്തുകൾ വളരെ വ്യക്തമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നാമത്തെ വിഷയം എന്താണ്? ഒന്നാമത്തെ വിഷയം ഷഹാദത്ത് കലിമയാണ്. എന്താണ് ഷഹാദത്ത് കലിമ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ആ ഏകനായ ഇലാഹിന്റെ പ്രവാചകനാണ്, ദൂതനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിന്റെ ഷുറൂത്തുകൾ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടോ? ഷഹാദത്ത് കലിമയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഷഹാദത്ത് കലിമ ശരിയാവണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിപ്പിച്ചു തരപ്പെട്ടിട്ടുമില്ല. അതിന്റെ ഒരു കുറവ് ഈ ഉമ്മത്തിൽ എന്നും നമുക്ക് കാണാൻ കഴിയുമെന്നതാണ് സത്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത ഒരു വലിയ ജനത, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ അള്ളാഹിന്റെ മുന്നിൽ പറയാതെ, റബ്ബിന്റെ മുന്നിൽ പറയാതെ, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വിഷയം എന്താ പറയുക? സൂറത്തു സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബ്ലിക്, താങ്കൾക്കും താങ്കളുടെ മുൻപ് കടന്നു വന്ന പ്രവാചകന്മാർക്കും നാം ബോധനം നൽകി, വഹീ നൽകി. എന്താണ് നൽകിയത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തൊക്കെ അമലുകൾ, ആരോടാണ് ഇത് പറയുന്നത്? സാധാരണ മനുഷ്യന്മാരോടല്ല, അള്ളാന്റെ റസൂലിനോടാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കറിയാം. നുബുവത്ത് കിട്ടിയ നാൾ തൊട്ട് 23 വർഷക്കാലം സമാധാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങിയിട്ടില്ല, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല, മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ല. സങ്കടത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ക്ലേശത്തിലുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. സ്വന്തം അനുയായികൾ കൺമുന്നിൽ വെച്ച് പടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഉഹുദിന്റെ രണാങ്കണത്തിൽ സ്വന്തം എളാപ്പാന്റെ കരളും ഹൃദയവും പുറത്തേക്ക് പറിച്ചെടുത്ത് കടിച്ച് ചവച്ചു തുപ്പിയ അവസ്ഥയിൽ കാണേണ്ടി വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒരുപാട് പ്രയാസങ്ങൾ, സ്വന്തം ഭാര്യയെ കുറിച്ചുള്ള ഭീകരമായ ആരോപണങ്ങൾ ജീവിതകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ അനുഭവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനോട് അള്ളാഹു പറയാണ് എന്ത്? ലൈൻ അശ്റക്ത, താങ്കൾ ശിർക്ക് സംഭവിച്ചു പോയാൽ വലതകൂനന്ന മിനൽ ഖാസിരീൻ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ മുഴുവൻ ബാത്തിലാകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. നിങ്ങൾക്കറിയോ, സൂറത്തുൽ അൻആമിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 18ഓളം പ്രവാചകന്മാരുടെ പേരുകൾ എണ്ണി പറയുന്നുണ്ട്. ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذريته داوود وسليمان وأيوب ويوسف. ഈ ആയത്തിൽ 3 ആയത്തുകളിൽ 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പേരുകൾ മുഴുവൻ പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത് അറിയോ? വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഇവരെല്ലാവരും ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകും, ഇവർ പ്രവർത്തിച്ചത് മുഴുവനും ബാത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ, പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഗാന്ധിജി നരകത്തിലാണോ, മദർ തെരേസ നരകത്തിലാണോ, അവര് നരകത്തിലാണോ, ഇവര് നരകത്തിലാണോ, അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിൽ പോയിക്കോട്ടെ എന്ന്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ പ്രസക്തി. അവിടെയാണ് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും, എന്തൊക്കെ അമലുകൾ ചെയ്താലും ആ അമലുകൾ കൊണ്ട് നമുക്ക് ഫലം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല.
കാരണം ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉദ്ദേശം പലതായിരിക്കും. ചില ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച്, ഈ ലോകത്ത് വെച്ച് നല്ല പേര് കിട്ടലായിരിക്കും, നല്ല പ്രശസ്തി കിട്ടലായിരിക്കും, അംഗീകാരം കിട്ടലായിരിക്കും, അവർക്കത് കിട്ടും. പക്ഷെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് യാതൊന്നും ഉണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ നമ്മുടെ അമലുകൾ എന്ന് പറയുന്നത്, നമ്മുടെ നമസ്കാരമായാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സന്ദേശം നബിയുടെ ഉമ്മത്തിന് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താണ് ആ സന്ദേശം എന്നറിയോ? 7ാമത്തെ ആകാശത്ത് വെച്ചിട്ടാണ് ഇബ്രാഹിം നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. ഇബ്രാഹിം നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്താണ് പറയുന്നത്? താങ്കളുടെ ഉമ്മത്തിന് എന്റെ സലാം പറയണം, അസ്സലാമു അലൈക്കും. താങ്കളുടെ ഉമ്മത്തിന് എന്റെ സലാം പറയണം. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. എന്താണ്? സ്വർഗത്തിൽ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് സ്വർഗത്തിൽ. പക്ഷേ ആ സ്വർഗത്തിൽ എന്തില്ല? ചെടികളും മരങ്ങളൊന്നുമില്ല. ആ സ്വർഗത്തിൽ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട്. ആ മണ്ണിൽ കൃഷി ചെയ്യേണ്ടത് ആരാണ്? അവരാണ്. ആ കൃഷി എന്താണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്കാറുകളാണ്, അതുപോലെ തന്നെ നമസ്കാരങ്ങളാണ്, വ്രതാനുഷ്ഠാനങ്ങളാണ്, ഖുർആൻ പാരായണങ്ങളാണ്, സ്വതക്കകളാണ്, ജക്കാത്തുകളാണ്. ഇതൊക്കെ സ്വർഗത്തിലെ കൃഷികളാണ്. സ്വർഗത്തിൽ നമുക്ക് കിട്ടേണ്ട മണിമാളികകളും, അതുപോലെ തന്നെ കൊട്ടാരങ്ങളും, അതുപോലെ തന്നെ രാജാധികാരങ്ങളും, അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള പൂന്തോട്ടങ്ങളും എല്ലാം ഈ കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പക്ഷേ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട താക്കോൽ ഏതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചു. നമ്മൾ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് അദ്കാറുകൾ ചൊല്ലി, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. സ്വർഗത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. പക്ഷേ ആ സ്വർഗത്തിന്റെ താക്കോല് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരിക്കലും ആ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആ സ്വർഗത്തില് ആ സ്വർഗം ഒന്ന് കാണാൻ പോലും നമുക്ക് പറ്റില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ആദ്യം നാം കയ്യിൽ കരുതേണ്ടത് ആ സ്വർഗം തുറക്കാനുള്ള, നമ്മുടെ മുന്നിലേക്ക് ആ സ്വർഗം തുറക്കപ്പെടാനുള്ള താക്കോലാണ് ആദ്യമായി നാം നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. അതിനുശേഷം മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ, നമ്മുടെ അമലുകൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തൗഹീദ് ഉറപ്പിക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ ഊറ്റം കൊള്ളും, എനിക്കൊക്കെ തൗഹീദ് ഉണ്ടല്ലോ, നമുക്കൊക്കെ തൗഹീദ് ഉണ്ടല്ലോ, എന്താണ് പ്രശ്നം? എപ്പോഴാണ് തൗഹീദ് പരീക്ഷിക്കപ്പെടുക? നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ തൗഹീദ് പരീക്ഷിക്കപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു വിവാഹം വരികയാണ്, നമ്മുടെ മകളുടെ കല്യാണം വരികയാണ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവൾക്ക് സ്വർണ്ണം എടുക്കാനുണ്ട്, വസ്ത്രം എടുക്കാനുണ്ട്, വീടിന്റെ പണി തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴാണ് നമ്മുടെ തൗഹീദിന്റെ ഭാഗമായ തവക്കുൽ അവിടെയാണ് പരീക്ഷിക്കപ്പെടുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ തലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ടായി കൊടുക്കും? എല്ലാത്തിനും ഒരു വഴി ഉണ്ടായി കൊടുക്കും, പോംവഴി ഉണ്ടായി കൊടുക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ നമ്മുടെ കുടുംബക്കാരടക്കം നമുക്ക് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. എന്താണ്? വീടിന്റെ ആധാരമില്ലേ, തൽക്കാലത്തേക്ക് ബാങ്കിൽ പണയം വെച്ചാലാ, മോന് നല്ല പണിയുണ്ടല്ലോ, മോന് നല്ല ജോലി ഉണ്ടല്ലോ, മോന് മാസാമാസം അടച്ചു തീർക്കട്ടെ, പെട്ടെന്ന് തീരും, 1-2 വർഷം കൊണ്ട് അടച്ചു തീർന്നാൽ ആളുടെ മുന്നിൽ നാണം കെടണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് സ്വർണ്ണം ഉണ്ടെങ്കിൽ ആ സ്വർണ്ണം എടുത്ത് പണയം വെക്ക്, നമുക്ക് പിന്നെ എടുക്കാലോ, വിറ്റാ പിന്നെ വാങ്ങാൻ കഴിയണമെന്നില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ എടുക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് പലിശയുമായി ഇടപെടിക്കുന്ന ഒരവസ്ഥ. അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ തൗഹീദാണ്. നിങ്ങൾ ചോദിക്കും, പലിശയായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെയാണ് തൗഹീദ് നഷ്ടപ്പെടാൻ? അവിടെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹുവിലുള്ള തവക്കുലാണ്. ഏത് തവക്കുൽ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും തീക്കുണ്ടാരത്തിലും ചെങ്കടലിന്റെ മുന്നിലും ഉറച്ചു നിൽക്കാൻ കാരണമായ ആ തൗഹീദ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് തവക്കുൽ നഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗ ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവരോട് പറയപ്പെട്ടാൽ, എന്ത് പറയപ്പെട്ടാൽ? ജനങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്, അവരെല്ലാം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്, ഫഖ്ശൗഹും, അതുകൊണ്ട് സൂക്ഷിച്ചോ, ഭയപ്പെട്ടോ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരുടെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാന, അവരുടെ ഈമാനത വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറയും, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾ ഇത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു ആണ് എന്നവർ മറുപടി പറയും. പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നാം നമ്മുടെ ഈമാനിനെ മാറ്റിവെച്ചുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളെ അവലംബിക്കുമ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ തൗഹീദ് തന്നെയാണ്. അതൊരു വശം. വേറൊരു വശം എന്താണ്? നമുക്ക് വീട്ടിൽ ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്, സാമ്പത്തിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? എന്തോ ആരോ എനിക്ക് ചെയ്തിട്ടുണ്ട്,
എന്തോ പ്രശ്നം ഇവിടെ ഉണ്ട്. അതിന്റെ പരിഹാരം കാണാൻ നമ്മൾ പലയിടത്തും പോകും. തങ്ങന്മാരുടെ അടുത്ത് പോകും, ജിന്നുമാരുടെ അടുത്ത് പോകും, ബാബമാരെ തേടി പോകും, ബീവിമാരെ തേടി പോകും. എന്നിട്ട് അവിടെ വെച്ച് നോക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ് നമ്മുടെ തൗഹീദിനെ എട്ടായി പിച്ച് ചീന്തി കാറ്റിപ്പറത്തി കളയും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനൊക്കെ ഒരു രോഗം വരികയാണ്, എല്ലാ ചികിത്സകളും നടത്തി, അലോപ്പതി ചികിത്സ നടത്തി, ആയുർവേദം നോക്കി, ഹോമിയോപ്പതി നോക്കി, ഒരു മാറ്റവും ഇല്ല. ആ രോഗം ഇങ്ങനെ മുറിച്ചു വരികയാണ്. ഒരാൾ നമ്മളോട് വന്നിട്ട് പറയാണ്, ഒന്ന് മാണിയൂർ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കുടിച്ചു പോയിക്കൂടെ, വെള്ളല്ലേ, മന്ത്രിച്ച വെള്ളല്ലേ, ഖുർആൻ ഓതി മന്ത്രിക്കുന്ന വെള്ളല്ലേ, എന്താ അതിന് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ വീണു പോവാണ്. എന്നിട്ട് നമ്മൾ തൗഹീദ് നമ്മൾ പണയം വെച്ച് അവിടേക്കൊക്കെ പോകാൻ തുടങ്ങിയാൽ നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ടോ, നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടോ, നമ്മുടെ സ്വതക്കുകൾ കൊണ്ടോ, നമ്മുടെ ഖുർആൻ തിലാവത്ത് കൊണ്ടോ ഒന്നും യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, തൗഹീദിന് ചെറിയ കളങ്കം വരുന്ന പ്രവൃത്തി പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നാം നോക്കണം. അതെങ്ങനെയാണ്? ചില ആളുകൾ പറയാറുണ്ട്, പിന്നെ വണ്ടി എടുത്ത് പോകുമ്പോ ഒരു കറുത്ത പൂച്ച മുന്നിലോട്ട് ഓടിക്കഴിഞ്ഞാൽ എന്തോ ഒരു ദുഷ്ടഗുണം വരാനുണ്ട്. ശകുനം ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. എന്താണ് ഈമാൻ കാര്യത്തിൽ അവസാനമായി നമ്മൾ വിശ്വസിക്കേണ്ട വിഷയം എന്താണ്? ഖൈറും ഷർറും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഒരു കറുത്ത പൂച്ച എന്റെ വണ്ടിയുടെ കുറുകെ ഓടിയത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല. ഇനി ഒരു കറുത്ത പൂച്ച വണ്ടിയുടെ കുറുകെ ഓടി, നമ്മളിത് മൈൻഡ് ചെയ്യാതെ പോയി, നമ്മൾ വണ്ടി ആക്സിഡന്റ് ആയി നമ്മുടെ കൂടെയുള്ള എല്ലാവരും മരിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ തന്നെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് എന്താ ചിന്ത ഉണ്ടാവുക? ആ കറുത്ത പൂച്ച ഓടിയരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ തൗഹീദ് ഉറച്ചിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ കറുത്ത പൂച്ച ഓടിയതും എന്റെ വണ്ടി തട്ടിയതായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ, എന്റെ സ്വന്തക്കാർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അചഞ്ചലമായ ഖദാഖദറാണ്. അതിനെ തടയാനോ അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കാനോ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന അചഞ്ചലമായ വിശ്വാസം തൗഹീദിന്റെ ഭാഗമാണ്. ആ വിശ്വാസത്തിൽ മങ്ങലേൽക്കുമ്പോഴാണ് പൂച്ചയെ പേടിക്കേണ്ടി വരുന്നത്, പാമ്പിനെ പേടിക്കേണ്ടി വരുന്നത്, കറുത്ത പട്ടിയെ പേടിക്കേണ്ടി വരുന്നത്, മറ്റുള്ള ജീവികളെ പേടിക്കേണ്ടി വരുന്നത്, കണ്ണൊന്ന് പടച്ചാൽ ബേജാറാവുന്നത്. ഇതൊക്കെ നമ്മുടെ തൗഹീദിന് മങ്ങലേൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ സംഭവങ്ങളാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ വലിയ ശിർക്കിന്റെ കാര്യത്തിൽ എനിക്ക് ഭയമില്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കറുത്ത പാറക്കെട്ടുകളുള്ള കറുകറുത്ത ചെറിയ ഉറുമ്പുകൾ കയറുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ശിർക്കുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം നാം വളരെ വ്യക്തമായി സൂക്ഷിക്കുക. ശിർക്കെന്ന വലിയ പാതകത്തെ നാം കൃത്യമായി സൂക്ഷിക്കുക. തൗഹീദ് ജീവിതത്തിൽ അചഞ്ചലമായി മുറുകെ പിടിക്കാൻ നാം തയ്യാറാവുക. അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹിസാബില്ലാത്ത സ്വർഗത്തിൽ കിടക്കുന്ന 70,000 ഉൾപ്പെടാൻ നാം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കാരണം, എനിക്ക് ആരോഗ്യപരമായി കുറച്ച് ചെറിയ പ്രശ്നമുണ്ട്. തലവേദനയും ഒരു ചെറിയ പനി വരുന്ന പോലെയൊക്കെ ഉണ്ട്. എല്ലാവരും ദുആ ചെയ്യുക. അതുകൊണ്ട് അധികം സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് കയറാൻ കുറച്ച് ലേറ്റ് ആയി പോയതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരവും വിരുദ്ധവും എല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ കൂടിയിരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ ബാധിച്ച ഈ വലിയ മുസീബത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നമ്മെ ഏവരെയും കരകയറ്റുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.